വിടുവിച്ചു. എന്നെ കേൾക്കുന്ന ബഹുമാനേഷിക്കരെ, മനുഷ്യന്റെ പാപത്തിന് പരിഹാരം ഇവിടുത്തെ മതങ്ങളുടെ ആചാരങ്ങൾ കൊണ്ട് പര്യാപ്തമല്ലാതെ വന്നപ്പോൾ പിതാവായ ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇതാ മഹനീയമായ പവിത്രമായ പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവം മണ്ണിൽ മനുഷ്യനായി അവതരിപ്പാനിടയായി. അവൻ മനുഷ്യനായി വന്നു എന്ന് മാത്രമല്ല, മനുഷ്യവർഗത്തിന്റെ പാപത്തെ മുഴുവനും ഞാൻ ഒരു കാര്യം പറയുക, ബൈബിളിൽ പരിചയപ്പെടുത്തുന്ന ദൈവം നീതിമാനായ ദൈവമാ എന്ന് പറഞ്ഞാൽ പാപത്തോട് കൂട്ടുകൂടുന്നവരല്ല, പാപത്തെ കണ്ണടച്ചു വിടുന്നവരല്ല. ഇവിടെ പലരും ചിന്തിക്കുന്നത് ദൈവം പാപത്തെ ക്ഷമിക്കുന്നവനാണെന്ന്. എന്നാൽ ബൈബിൾ പരിചയപ്പെടുത്തുന്ന ദൈവം മനുഷ്യന്റെ പാപത്തെ ക്ഷമിക്കുന്നവരല്ല. ദൈവം നീതിമാനാകുകൊണ്ട് പാപത്തെ ദൈവത്തിന് ക്ഷമിച്ചുകൂടാ. ദൈവത്തിന് പാപത്തെ ക്ഷമിക്കാൻ സാധിക്കില്ല. അങ്ങനെ പറയുമ്പോൾ പലരും ചോദിച്ചു, ചങ്കുപൊട്ടുന്ന വർത്താനം പറയാതെ സാറേ, ദൈവം മനുഷ്യന്റെ പാപത്തെ ക്ഷമിക്കില്ല, ഒരിക്കലും ക്ഷമിക്കാൻ സാധിക്കില്ല. കാരണം ദൈവം നീതിമാനാകുന്നത് കൊണ്ട്. അപ്പോൾ തന്നെ ഞാൻ പറയട്ടെ, ബൈബിൾ പരിചയപ്പെടുത്തുന്ന ദൈവം നീതിമാനാകുന്നത് പോലെ ബൈബിൾ പരിചയപ്പെടുത്തുന്ന ദൈവം സ്നേഹസമ്പന്നനായ ദൈവം കൂടിയാണ്. അപ്പോൾ മനുഷ്യന്റെ പാപത്തെ ക്ഷമിക്കുവാൻ കഴിയാത്ത ദൈവം സ്നേഹസമ്പന്നനാകുന്നത് കൊണ്ട് തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ദൈവം സ്നേഹിക്കുക. അതുകൊണ്ട് നരകശിക്ഷയിൽ നിന്ന് അവനെ വിടുവിക്കുവാനായിട്ട് ദൈവത്തിന് ആഗ്രഹമുണ്ട്, ആവശ്യമുണ്ട്. അതുകൊണ്ട് ബൈബിൾ പറയുകയാണ്, എന്നെ കേൾക്കുന്ന ബഹുമാനേശ്വരരെ, ദൈവം മനുഷ്യന്റെ പാപത്തെ ന്യായം വിധിച്ചുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹം, ആ അവർണ്ണനീയമായ അഗാധമായ ദൈവ സ്നേഹത്തെ എന്നോടും നിങ്ങളോടും ദൈവം കാണിക്കുവാനിടയായി തീർന്ന സ്ഥലമാണ് കാൽവരിയുടെ ക്രൂശ്. ചിലര് ഞങ്ങൾ ചോദിക്കാറുണ്ട്, എന്റെ സാറുമാരെ, നിങ്ങളുടെ ദൈവം ക്രൂശിൽ മരിച്ചെന്ന് പറയുവാനായിട്ട് നിങ്ങളിങ്ങനെ ഇത്ര അഭിമാനത്തോടെ പറയേണ്ട കാര്യമൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഞാനൊരു കാര്യം പറയാം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ യാഗമരണം സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, എന്റെയൊക്കെ ജീവിതം ഇതുപോലെയൊന്നും ആകുമായിരുന്നില്ല. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണമാണ് ഞങ്ങളെ ഉൾപ്പെടെ ലോക ചരിത്രത്തിൽ നിരവധി ആളുകളെ മാറ്റിമറിക്കുവാനിടയായി തീർന്നത്. അപ്പോൾ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്ന് പറയുന്നത് ഏറ്റവും സുപ്രധാനമായ വസ്തുതയാണ്. യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുവാനിടയായത് എന്ന് ചോദിച്ചാൽ അതിന്റെ കാരണമെന്ന് പറയുന്നത് ബൈബിൾ ഇങ്ങനെ പറയുകയാണ്, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയി, നാം ഓരോരുത്തരും താൻ്റെ വഴിക്ക് തിരിഞ്ഞുപോയി, എന്നാൽ നമ്മുടെ എല്ലാവരുടെ മകർക്ക് ദൈവം അവന്റെ മേൽ ചുമത്തി. എന്നെ കേൾക്കുന്ന ബഹുമാനേശ്വരരെ, യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ യാഗമെന്ന് പറയുന്നത് മനുഷ്യവർഗത്തിന്റെ പാപത്തെ ദൈവം ക്രൂശിൽ ന്യായം വിധിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ വെക്കേണ്ടുന്ന പാപശിക്ഷയെ ദൈവം ക്രൂശിൽ ന്യായം വിധിക്കുക. അത് മനസ്സിലാകണമെങ്കിൽ നാം അറിയുന്നത് പോലെ യേശുവിന്റെ കാലഘട്ടം, ക്രൂശുമരണം നടന്ന കാലഘട്ടം റോമൻ സാമ്രാജ്യത്തിന്റെ കാലഘട്ടമാണ്. ലോക ചരിത്രം കണ്ടിട്ടുള്ളത് ഏറ്റവും ശക്തവും ഉരുക്കുനിയമങ്ങൾ കൊണ്ട് നിർമ്മിതമായ റോമൻ സാമ്രാജ്യത്വം. ഇതുപോലൊരു സാമ്രാജ്യത്വം റോമൻ ലോക ചരിത്രം കണ്ടിട്ടില്ല. ഇങ്ങനെയാണ് പറയുന്നത്, ഉരുക്ക് പല്ലുകൾ കൊണ്ട് ലോകത്തെ ചപച്ചുതുപ്പിയ സാമ്രാജ്യത്വം എന്നാണ് ഈ റോമൻ സാമ്രാജ്യത്തെ കുറിച്ച് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയടക്കമുള്ള റിപ്പബ്ലിക്കൻ രാജ്യങ്ങളിൽ സ്വീകരിച്ച അനവധി നിയമങ്ങളിൽ ഈ റോമൻ നിയമത്തിന്റെ ആശയങ്ങളെ കടമെടുത്തുകൊണ്ട് അതിലേറ്റവും സുപ്രധാനമായ ഒരു നിയമം ഇതാണ്: 1000 കുറ്റവാളികൾ വെറുതെ വിടപ്പെട്ടാലും ഒരു നീതിമാൻ പോലും ശിക്ഷിക്കപ്പെട്ടുകൂടാ എന്ന മഹനീയമായ ഒരു നിയമസംഹിത റോമൻ സാമ്രാജ്യത്തിന്റെ ആശയമാണ്. അങ്ങനെയാണെങ്കിൽ ഈ റോമൻ സാമ്രാജ്യത്തിന്റെ ഇത്ര ഉന്നതമായ നിയമ സംവിധാനമുള്ള റോമൻ സാമ്രാജ്യത്തിന്റെ ന്യായാധിപനായി ഈ യഹൂദ നാട് വാഴുന്ന ഗവർണറായ പീലാത്തോസ് ന്യായാസനത്തിൽ നിന്നുകൊണ്ട് ന്യായം നടത്തുമ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കൊണ്ട് ഇങ്ങനെയാണ് ചോദിക്കുന്നത്: ഇവൻ ചെയ്ത ദോഷമെന്ത്? 3 വട്ടം ആവർത്തിച്ച് ചോദിക്കുക. ഇവൻ മരണയോഗ്യമായതൊന്നും ചെയ്തിട്ടില്ല. ആരാ പറയുന്നത്? റോമൻ ചക്രവർത്തിക്ക് വേണ്ടി യഹൂദ നാട് വാഴുന്ന പീലാത്തോസ് എന്ന് പറയുന്ന ന്യായാധിപൻ പറയുക, ഇവൻ മരണയോഗ്യമായതൊന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ ആവർത്തിച്ച് അദ്ദേഹം പറഞ്ഞിട്ടും അവസാനം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവനെ കൊണ്ട് ക്രൂശിക്ക എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ക്രൂശുമരണത്തിന് ഈ പീലാത്തോസ് കൈകളിൽ കൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ബഹുമാനേശ്വരരെ, ലോകചരിത്രത്തിൽ ഇത്ര ശക്തമായ നിയമ സംവിധാനമുള്ള റോമൻ സാമ്രാജ്യം യേശു ക്രിസ്തുവിന്റെ നിസ്സാരവേളയിൽ അടിപതറുവാനിടയായി. റോമൻ സാമ്രാജ്യം അമ്പിൽ പരാജയപ്പെട്ടു പോയി. അവരുടെ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തപ്പെട്ടു. 1000 കുറ്റവാളികൾ വെറുതെ വിടപ്പെട്ടു കൊള്ളട്ടെ, ഒരു നീതിമാൻ
മേലും ശിക്ഷിക്കപ്പെട്ടുകൂടാ എന്ന അലംഘനീയമായ നിയമമുള്ള റോമൻ സാമ്രാജ്യം ഇതാ ഇവിടെ അമ്പെ പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ കുറ്റവാളിയല്ല എന്ന് കണ്ടെത്തിയിട്ടും കുറ്റവാളിയല്ല എന്ന് മനസ്സിലാക്കിയിട്ടും റോമൻ സാമ്രാജ്യത്തിന്റെ ന്യായാധിപനായ പീലാത്തോസ് പറയുകയാണ് അവനെ കൊണ്ട് ക്രൂശിക്കുക എന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യം പറയാ, ഇതിന് കാരണമെന്ന് ചോദിച്ചാൽ വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട്, എന്റെയും നിങ്ങളുടെയും എല്ലാം അകത്യം ദൈവം അവനെ ചുമത്തിക്കൊണ്ട് ദൈവം അവനെ മനുഷ്യവർഗത്തിന്റെ പാപത്തെ ന്യായം വിധിക്കുവാനായി യേശുക്രിസ്തുവിന്റെ മേൽ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ശിക്ഷാവിധി നടപ്പിലാക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ് എന്ന് പറഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും പാപത്തെ ദൈവം ന്യായം വിധിക്കുവാൻ പോകുക. നാം കാൽവരി ക്രൂശിലെ യേശുക്രിസ്തുവിന്റെ ക്രൂശ് വണ്ണം കാണുമ്പോൾ അവിടെ ആ യാഥാർത്ഥ്യത്തിലേക്ക് നാം വരുമ്പോൾ ഇങ്ങനെയാണ് നാം കാണുന്നത്. വാസ്തവത്തിൽ നരകശക്തിയുടെ അനുഭവം അവിടെ ദൈവം തന്റെ പുത്രന്റെ മേൽ ഇറക്കുന്നത് നാം കാണുക. ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്, ചരിത്രരേഖകളിലൂടെയും ബൈബിളിന്റെ നാളുകളിലൂടെയും നാം കാണുന്നുണ്ട്. യേശുവിനെ ക്രൂശിൽ കിടന്നത് 6 മണിക്കൂറാണെങ്കിൽ അതിൽ 3 മണിക്കൂർ നേരം അത് അന്ധകാരപൂരിതമായ ഒരു സമയം എന്ന് പറഞ്ഞാൽ സൂര്യൻ പ്രകാശിക്കാതെ നക്ഷത്രങ്ങൾ പ്രകാശം കൊടുക്കാതെ ഇരുന്ന അതിഭയാനകരമായ അന്ധകാരത്തിന്റെ കുറ്റാക്കൂരിട്ടിന്റെ സമയം. ആ സമയം എന്ന് പറഞ്ഞാൽ അത് സൂചിപ്പിക്കുന്ന എന്താണെന്ന് അറിയാമോ? മനുഷ്യവർഗം പാപത്തിന്റെ ശിക്ഷയായി നരകശിക്ഷയ്ക്ക് അടിമപ്പെട്ടു പോകേണ്ട സ്ഥാനത്ത് ആ നരകം പിതാവായ ദൈവം സ്വർഗത്തിലെ ദൈവം ഇപ്പോൾ പുത്രന്റെ മേൽ ഇറക്കിയിരിക്കുകയാണ്. ആ അന്ധകാര നിബിഡമായ നരകം